കൊല്ലം താരതമ്യേന പുതിയ ഒരു നഗരസഭയാണ്. ഇപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും കണക്കാക്കിയാൽ കൊല്ലം പുതിയതാണ്. കൊല്ലം നഗരസഭയായിട്ട് ഇതുവരെ അവിടെ ഭരിച്ചിട്ടുള്ളത് ഇടതുമുന്നണിയാണ്. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, കൊല്ലത്തിന്റെ രാഷ്ട്രീയമുണ്ട്. അതിനേക്കാൾ പ്രധാനം സംഘടനാപരമായി എപ്പോഴും UDF-നേക്കാൾ അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഈ LDF എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് CPI-ക്കും നല്ല വേരുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ LDF അവിടെ ജയിക്കുന്നു. തൊഴിലാളി മേഖലകളുണ്ട്, തീരദേശ മേഖലകളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മേഖലകളുണ്ട്. LDF-ന് സ്വാഭാവികമായും മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ LDF-ന് ഇത്തവണ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം UDF അല്ല, അത് സംസ്ഥാന ഗവൺമെന്റും കൊല്ലം നഗരസഭയും ജനങ്ങളോട് എന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. സ്വാഭാവികമായും ഗവൺമെന്റിന്റെ എതിരായി വന്നിട്ടുള്ള വിമർശനങ്ങൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാവുന്നുള്ള ഉറപ്പാണ്. മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് ഏതാണ്ട് പറയേണ്ടി വരും. മത്സ്യത്തൊഴിലാളികൾ വല്ലാത്ത ദുരവസ്ഥയിലാണ്. കശുവണ്ടി തൊഴിലാളികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പെൻഷനൊക്കെ കൊടുത്ത് എത്ര പേരെ നിർത്താൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല, അത് നോക്കട്ടെ. അപ്പോൾ ഒന്നാമത് മറുപടി പറയേണ്ടി വരെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഏത് തദ്ദേശ സ്ഥാപനത്തിലും LDF എടുക്കുന്ന ഒരു പ്രത്യേക നയം, അവര് ആ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് വാർഡുകളിൽ, ഡിവിഷനുകളിൽ വളരെ കൃത്യമായി ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ പ്ലാൻ ചെയ്ത് നിർത്താൻ അവർക്ക് കഴിയാറുണ്ട്. സംഘടനാ ശേഷിയുണ്ട്. അതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്യമായ ആളുകളെ ചേർക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അത് ഇത്തവണ കോൺഗ്രസും വലിയ മോശമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസും എന്നുവെച്ചാൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു നേർ പോരാട്ടം അവിടെ വരികയാണ്. അപ്പോഴും LDF-നാണ് മേൽക്കൈ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെ ഭരിച്ചിരുന്നവരാണ്, സംഘടനാ ശേഷിയും അവർക്കാണ്, ഭരണം അവർക്കാണ്. പക്ഷേ കോർപ്പറേഷൻ ഭരണത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും എതിരായി വരുന്ന വിമർശനങ്ങൾ, ഇപ്പൊ ശബരിമല പോലെയുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അതുപോലെയുള്ള PM ശ്രീ പോലെയുള്ള വിഷയങ്ങൾ, അത് CPIക്ക് പേരുള്ള CPIയും CPIയും തമ്മിലുള്ള ബന്ധത്തിൽ വല്ലാതെ വെള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. അങ്ങനെ വരുമ്പോൾ CPI CPM ബന്ധത്തിൽ എന്തെല്ലാം വിള്ളലുകൾ ഉണ്ടാവും, എങ്ങനെയുണ്ടാവും? LDF ഒറ്റക്കെട്ടായി നിൽക്കുമോ? LDF-ലെ വോട്ടുകൾ മുഴുവൻ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ? അതേപോലെ തന്നെ UDF-ന്റെ എല്ലാ വോട്ടുകളും എത്തിക്കാൻ UDF-ന് കഴിയുമോ? ഇത് രണ്ടും തമ്മിലുള്ള ചോദ്യമായിരിക്കും. എങ്കിലും കൊല്ലത്ത് ഒരു മേൽക്കൈ LDF-ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. BJP അവിടെ വേറൊരു തരത്തിലുള്ള ശക്തിയായി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു തൊട്ടടുത്ത LDF-നോടോ UDF-നോടോ അടുത്തെത്താൻ BJPക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല.